ചെറുപുഴ പഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴ ടൗണിലേക്ക് എത്തുന്ന ചെറു റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായിട്ടും അനക്കമില്ലാതെ അധികൃതർ. റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താൻ താൽപ്പര്യമെടുക്കാത്ത അധികാരികൾക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. ചെറുപുഴ ചെക്ക് ഡാം പരിസരത്ത് കൂടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ ഉപരോധത്തിൽ പങ്കെടുത്തു. This news brought to by Boche Gold and Diamonds. Buy now, pay later. UDFന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. ചെറുപുഴ ചെക്ക് ഡാം പരിസരത്ത് കൂടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധിച്ചത്. പൂർണ്ണമായും പൊട്ടിത്തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡിൻ്റെ ചെക്ക് ഡാം ഭാഗത്ത് സംഘടിപ്പിച്ച ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത് കേവലം ഒരു റോഡിലുള്ള വിഷയം മാത്രമല്ല. ഈ പഞ്ചായത്തിന്റെ വ്യത്യസ്തമായ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, ഈ മലയോര മേഖലയിലെ വ്യത്യസ്തമായ റോഡുകൾ, ചെറുതും വലുതുമായ റോഡുകളെല്ലാം കാൽനടയ്ക്ക് പോലും പറ്റാത്ത രീതിയിൽ അതിശോചനീയമായി കിടക്കുന്നത് വർഷങ്ങളാണ്. ഓരോ വർഷവും നടത്തേണ്ട റോഡിന്റെ അറ്റകുറ്റപ്പണികള്, അതുപോലെ തന്നെ വെള്ളമൊഴുകാനുള്ള റോഡ് രണ്ട് ഭാഗത്തുമുള്ള നീർച്ചാലുകൾ എല്ലാം അടഞ്ഞുകിടക്കുകയും അല്ലെങ്കിൽ അത് വീണ്ടും ഓരോ വർഷവും നടത്തേണ്ട പണികളൊന്നും നടത്താതെ എല്ലാ റോഡുകളും ഇന്ന്, ചെറിയ റോഡുകളെല്ലാം ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ല എന്ന് മാത്രമല്ല, കാൽനട പോലും പ്രയാസപ്പെട്ടു പോകുന്നൊരു സാഹചര്യം. ഇന്നിപ്പോ നമ്മൾ ഈ സമരം നടത്തുന്ന ഈ റോഡിന്റെ അവസ്ഥ നമ്മളൊക്കെ കാണുന്നു, ചെറുപുഴക്കാർ അനുഭവിക്കുന്നു. ഇത് റോഡുണ്ടോ, ഇതിലൂടെ റോഡ് ഉണ്ടായിരുന്നു എന്ന് പഞ്ചായത്ത് ബോർഡ് എഴുതി വെക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ മുന്നും പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFന്റെ ഭരണസമിതികൾ പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്. ആ ഭരണസമിതികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെല്ലാം കൃത്യമായി വർഷകാലത്തിന് മുമ്പും വർഷകാലത്തിന് ശേഷവും റോഡും പാതയോരങ്ങളും വൃത്തിയാക്കുവാനും ഓവുചാലുകൾ വൃത്തിയാക്കുവാനും ഒക്കെ ഭരണകൂടം മുന്നോട്ട് വന്നിരുന്നു. അതിനുവേണ്ടി പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും അനുവദിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ വ്യത്യസ്തമായ റോഡുകൾ വളരെ നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കിയിരുന്നു. ഓവുചാലുകൾ നവീകരിക്കേണ്ടത് വർഷകാല പൂർവ്വ പ്രവൃത്തിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ റോഡിന്റെ രണ്ട് ഭാഗത്തും വരുന്ന ഓവുചാലുകള്, അത് മണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി അത് വെള്ളം ഒഴുകിപ്പോകാൻ, സുഗമമായി ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ റോഡിൽ വെള്ളം കെട്ടി നിൽക്കില്ല, റോഡ് ഗതാഗത യോഗ്യമാകും. ഇപ്പോ 4-5 വർഷമായിട്ട് ഈ പഞ്ചായത്തിനകത്ത് അത്തരം പ്രവൃത്തികളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ റോഡ് ഓരോ വർഷവും ചെയ്യേണ്ട റീടാറിംഗ്, അതുപോലെ പൂർണ്ണമായും ടാറിംഗ് ചെയ്യേണ്ട റോഡുകൾ, ആ റീടാറിംഗ് സംവിധാനത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞാൽ അത് വർഷങ്ങളോളം അതേ രീതിയിൽ കിടക്കുന്നു. ഓരോ മഴക്കാലം കഴിയും തോറും അതിന്റെ അവസ്ഥ വളരെ ശോചനീയമായി മാറിക്കൊണ്ടിരിക്കുന്നു. UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ A. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ചെറുപുഴ ക്ഷേത്രം ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് വരേണ്ട തിരുമുൾ കാഴ്ചകൾ നമ്മുടെ ഈ നിൽക്കുന്ന റോഡിന്റെ ഇതിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഈ കുളം എങ്ങനെ താണ്ടി അവർക്ക് ഇതിലേക്ക് കടന്നു പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്.
ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു സമരങ്ങളെയും ഒരു പ്രതിഷേധങ്ങളെയും വകവെക്കാതെ താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുപുഴ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചില്ലേ, ഒരു കോറവാസ്റ്റെങ്കിലും കൊണ്ടിട്ട് ആ കാഴ്ചക്ക് നടക്കാൻ അല്ലെങ്കിൽ കടന്നു പോകാനുള്ള അവസരം ഒരുക്കുന്നതിന് പകരം നിസ്സംഗരായി നോക്കി നിന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതിനെതിരായി അതിശക്തമായ സമരം UDFന്റെ നേതൃത്വത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ചെറിയ സൂചന മാത്രമാണ് ഇന്ന്. ഈ റോഡ് മാത്രമല്ല, ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പരുത്തിക്കൽ റോഡ് സന്ദർശിക്കാനിടയായി. ഒരു തരത്തിലും നടന്നു പോകാൻ പോലും സാധിക്കാത്ത വിധം റോഡുകളെല്ലാം താറുമാറായി നിൽക്കുമ്പോൾ അതിനെതിരെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഉൾപ്പെടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ, പുളിങ്ങോത്ത് പാലാന്തണം റോഡ്, അതുപോലെ തട്ടുമ്മൽ മഞ്ഞക്കാട് തട്ടുമ്മൽ റോഡ്, വാണിയങ്കുന്ന് തട്ടുമ്മൽ റോഡ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരുത്തിക്കൽ റോഡ്, ഇതൊക്കെ കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ തകർന്നു കിടക്കുകയാണ്. ഈ റോഡുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാൻ, നടന്നു പോകാനെങ്കിലും സൗകര്യം ഉണ്ടാക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ പറയാനുള്ളത്. കോൺഗ്രസ് നേതാക്കളായ KK സുരേഷ് കുമാർ, TP ചന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാവ് ഷാജഹാൻ പ്ലാക്കൽ, കേരള കോൺഗ്രസ് നേതാവ് ജോർജ് മുള്ളൻമട, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ മുരളി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരള തുടങ്ങിയവർ പ്രസംഗിച്ചു. CCNet ന്യൂസ് ചെറുപുഴ. The real beauty in your heart. Boche Golden Diamonds. Buy now, pay later.